നാടിനെ നടുക്കിയ വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 199ആയി. രക്ഷാപ്രവർത്തനത്തിന് തൃശൂരിൽ നിന്നും 40 അംഗ സിവിൽ ഡിഫൻസ് സേനാംഗങ്ങൾ വയനാട്ടിലെത്തി. മഴപ്പെയ്ത്തിൽ ദുരിതം തീരാതെ ജില്ല. കൂടുതൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിൽ ചൂണ്ടലിൽ ഗതാഗത നിയന്ത്രണം തുടരുന്നു. ചിമ്മിനി ഡാമിന്റെ സ്ലൂയിസ് വാൽവ് തുറന്ന് വൈദ്യുതി ഉൽപാദനം ആരംഭിച്ചു. തൃശൂർ നഗരപ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് തുടരുന്നു. പെരിങ്ങാവിൽ വീടുകളിൽ കുടുങ്ങിയ വയോധികരെ ഫയർഫോഴ്സ് എത്തി രക്ഷപ്പെടുത്തി. മന്ത്രി ആർ ബിന്ദു ദുരിതാശ്വാസ ക്യാമ്പുകൾ സന്ദർശിച്ചു. മണലിപ്പുഴ കരകവിഞ്ഞൊഴുകിയതിനെ തുടർന്ന് നെന്മണിക്കര, പുതുക്കാട്, ആമ്പല്ലൂർ എന്നിവിടങ്ങളിൽ പ്രളയസമാനമായ രീതിയിൽ വെള്ളം ഉയർന്നു. നെന്മണിക്കര പഞ്ചായത്തിൽ 1800ഓളം വീടുകളിൽ വെള്ളം കയറി. ജില്ലയിലെ 3 വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ LDF-ന് മുന്നേറ്റം. പാവറട്ടി പഞ്ചായത്തിലെ സീറ്റ് UDF-ൽ നിന്ന് പിടിച്ചെടുത്ത് NDA. മുള്ളൂർക്കരയിലും വെള്ളാങ്കല്ലൂരിലും LDF സീറ്റ് നിലനിർത്തി. വാർത്തകൾ വിശദമായി. നാടിനെ നടുക്കിയ വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 199ആയി ഉയർന്നു. 191 പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുകയാണ്. 89 മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞു. 225 പേരെ കണ്ടെത്താനായില്ലെന്ന് ഔദ്യോഗിക കണക്ക്. പരിക്കേറ്റ പലരുടെയും നില അതീവ ഗുരുതരമാണ്. 3069 പേരെ വിവിധ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റി. കാണാതായവർക്ക് വേണ്ടി ദൌത്യസംഘം പുലർച്ചെ മുണ്ടക്കൈയിലെത്തി തിരച്ചിൽ ആരംഭിച്ചു. ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വയനാടിൽ നാളെ സർവകക്ഷി യോഗം ചേരും. ജില്ലയിൽ നിന്നും ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിന്റെ 40 സിവിൽ ഡിഫൻസ് വോളണ്ടിയേഴ്സ് സംഘം ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കായി വയനാട്ടിലേക്ക് പുറപ്പെട്ടു. ജില്ലയിലെ വിവിധ ഫയർ സ്റ്റേഷനുകളിലെ സിവിൽ ഡിഫൻസ് സേനാംഗങ്ങളാണ് പ്രത്യേകം ഏർപ്പെടുത്തിയ KSRTC ബസ്സിൽ വയനാട്ടിലേക്ക് പുറപ്പെട്ടത്. തൃശൂർ മെഡിക്കൽ കോളേജിൽ നിന്നുള്ള മെഡിക്കൽ സംഘം ഇന്നലെ വയനാട്ടിലേക്ക് പുറപ്പെട്ടിരുന്നു. മഴ ശമിച്ചെങ്കിലും ഒഴിയാതെ ദുരിതം. ഡാമുകളിൽ നിന്നുള്ള വെള്ളവും പെയ്ത്ത് വെള്ളവും ഒന്നിച്ച് എത്തിയതോടെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമായി. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ എന്നിവയ്ക്ക് സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിന്ന് ജനങ്ങൾ മാറി താമസിക്കാൻ ജില്ലാ ഭരണകൂടം നിർദ്ദേശിച്ചു. 96 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി ആയിരക്കണക്കിന് പേരെ മാറ്റിപ്പാർപ്പിച്ചു. മണലി, കരുവന്നൂർ പുഴകൾ കവിഞ്ഞൊഴുകിയതിനാൽ 100 കണക്കിന് വീടുകളിലാണ് വെള്ളം കയറിയത്. പലയിടത്തും ഗതാഗതം തടസ്സപ്പെട്ടു. പീച്ചി ഡാം തുറന്ന് ഒറ്റ ദിവസം തന്നെ കൂടുതൽ വെള്ളം പുറത്തേക്കൊഴുക്കിയതാണ് ദുരിതം ഇരട്ടിയാക്കിയത്. ജില്ലയിലെ മലയോര മേഖലയ്ക്ക് രാത്രിയാത്രാ വിലക്ക് തുടരുകയാണ്. അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ NDRF സംഘം ജില്ലയിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിൽ ചുണ്ടിൽപ്പാടം റോഡിൽ വെള്ളം കയറിയതുമൂലം ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. ചാഴൂർ ഇഞ്ചമുടി വൈക്കൂൽച്ചിറയിലുള്ള കരുവന്നൂർ പുഴമുഖത്തെ സ്ലൂയിസ് തള്ളി. കരുവന്നൂർ പുഴയിൽ ജലനിരപ്പ് ഉയരുകയും ഒഴുക്ക് ശക്തമാവുകയും ചെയ്തതിനെ തുടർന്നാണ് സ്ലൂയിസ് തള്ളിയത്. രാവിലെ സ്ലൂയിസിൽ വിള്ളലുകൾ കണ്ടതിനെ തുടർന്ന് നാട്ടുകാരും ഇറിഗേഷൻ അധികൃതരും സ്ഥലത്തെത്തിയിരുന്നു. സ്ലൂയിസ് പൊളിക്കുവാനുള്ള നീക്കവുമായി ഒരു വിഭാഗം ആളുകളും പൊളിക്കുന്നത് തടയുവാനുള്ള ഒരുക്കവുമായി മറുവിഭാഗം ആളുകളും വന്നതോടെ സ്ഥലത്ത് സംഘർഷാവസ്ഥയുണ്ടാവുകയും പോലീസ് സ്ഥലത്തെത്തുകയും ചെയ്തിരുന്നു. ഇതിനിടെയാണ് സ്ലൂയിസ് തള്ളി വെള്ളം ശക്തിയായി ഹെർബർട്ട് കനാലിലേക്ക് ഒഴുകാൻ തുടങ്ങിയത്. ഇതോടെ ചേർപ്പ്, ചാഴൂർ, പാറളം, അന്തിക്കാട് പഞ്ചായത്ത് പരിധിയിലുള്ള താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളക്കെട്ട് ഭീഷണിയിലായി. ഒന്നല്ലേ നിങ്ങൾ വന്ന് നോക്കേണ്ട കാര്യങ്ങൾ എന്താണ്? ഇങ്ങനത്തെ സ്ഥലങ്ങൾ തീരുമാനം ഉണ്ടായിരുന്നതാ കഴിഞ്ഞ പ്രാവശ്യം സുനിൽകുമാർ. ചിമ്മിനി ഡാമിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് സ്ലൂയിസ് വാൽവ് തുറന്ന് വെള്ളം പുറത്തേക്ക് ഒഴുക്കി തുടങ്ങി. വൈദ്യുതി ഉൽപാദനത്തിന്റെ ഭാഗമായാണ് സ്ലൂയിസ് വാൽവ് തുറന്നത്. ഇതോടെ കുറുമാലി, കരുവന്നൂർ പുഴയിൽ ജലനിരപ്പ് ഉയരും.
പുഴയുടെ ഇരുകരകളിലും താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. കാട്ടൂർ പഞ്ചായത്തിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷം. നിരവധി വീടുകളിൽ വെള്ളം കയറി. ദുരിതാശ്വാസ ക്യാമ്പിൽ കൂടുതൽ ആളുകൾ എത്തിത്തുടങ്ങി. പഞ്ചായത്തിന്റെ താഴ്ന്ന പ്രദേശങ്ങളായ ചെമ്പൻചാൽ, നന്ദിലംപാടം, മുനയം, ഇട്ടിക്കുന്ന്, മാവുംവളവ്, മധുരംപള്ളി തുടങ്ങിയ സ്ഥലങ്ങളിലെ വീടുകളിലാണ് വെള്ളക്കെട്ട് രൂക്ഷമായിരിക്കുന്നത്. കരുവന്നൂർ പുഴയിലെയും കനോലി കനാലിലെയും ജലനിരപ്പ് ഉയർന്നതാണ് വെള്ളക്കെട്ടിന് കാരണം. വീടുകളിൽ നിന്ന് പലരും ബന്ധുവീടുകളിലേക്ക് മാറിയിട്ടുണ്ട്. കാരളം പഞ്ചായത്തിലെ താഴ്ന്ന പ്രദേശങ്ങളായ നന്ദി, ആലുക്കാക്കടവ് എന്നിവിടങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ്. വെള്ളക്കെട്ടിനെ തുടർന്ന് കാരളം പഞ്ചായത്തിൽ ദുരിതാശ്വാസ ക്യാമ്പ് ആരംഭിച്ചു. കാരളം ALP സ്കൂളിലെ ക്യാമ്പിലേക്ക് 11 കുടുംബങ്ങളിൽ നിന്ന് 25 പേരെ മാറ്റിപ്പാർപ്പിച്ചു. കരുവത്ര പാറപ്പുറം പടിഞ്ഞാറ്റുമുറിയിൽ കോൺക്രീറ്റ് പാലം തകർന്നു. 3 വീടുകൾ ഒറ്റപ്പെട്ടു. വീടുകൾ തകരാതിരിക്കാൻ വെള്ളത്തിന്റെ കുത്തൊഴുക്ക് തടയാൻ സന്നദ്ധ പ്രവർത്തകർ മതിൽ പൊളിച്ചു മാറ്റുന്നതിനിടെയാണ് സമീപത്തെ പാലം തകർന്നത്. ഈ സമയം പാലത്തിനടുത്ത് നിരവധി പേരുണ്ടായിരുന്നു. അത്ഭുതകരമായാണ് ഇവർ രക്ഷപ്പെട്ടത്. താമസക്കാരെ സുരക്ഷിതമായി മറ്റിടങ്ങളിലേക്ക് മാറ്റിയിരുന്നു. വീടുകളും ഭാഗികമായി തകർന്നു. പാറപ്പുറം താമരക്കുളം ഭാഗത്തെ വീടുകളിലും വില്ലേജ് ഓഫീസിലും വെള്ളം കയറി. സന്നദ്ധ പ്രവർത്തകരെത്തിയാണ് ഫയലുകളും മറ്റും സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റിയത്. കരുവന്നൂർ പുഴയ്ക്ക് കുറുകെയുള്ള ഇല്ലിക്കൽ റെഗുലേറ്ററിൽ തടഞ്ഞ മാലിന്യങ്ങൾ ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ നീക്കം ചെയ്തു തുടങ്ങി. ക്രെയിൻ എത്തിച്ചാണ് വലിയ മരങ്ങൾ നീക്കം ചെയ്യുന്നത്. ഷട്ടറുകൾ പൂർണ്ണമായും ഉയർത്താത്തത് മൂലമാണ് മാലിന്യക്കൂമ്പാരം അടിഞ്ഞുകൂടാൻ ഇടയാക്കിയത്. ഇതോടൊപ്പം വലിയ മരങ്ങൾ കൂടി ഒഴുകിയെത്തിയതോടെ ശോചനീയാവസ്ഥയിലുള്ള റെഗുലേറ്ററിന്റെ അവസ്ഥ കൂടുതൽ അപകടകരമായി. നേരത്തെ തകരാറിലായിരുന്ന ചില ഷട്ടറുകൾ ഇപ്പോഴും ഉയർത്താൻ സാധിച്ചിട്ടില്ല. കരുവന്നൂർ പുഴയോരത്തുള്ള വീടുകളിൽ വെള്ളം കയറി. മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഇല്ലിക്കൽ റെഗുലേറ്റർ പരിസരം സന്ദർശിച്ചു. അടിയന്തരമായി ചെയ്യാനായിട്ട് എല്ലാ ഡിപ്പാർട്ട്മെന്റുകളുടെ ഉദ്യോഗസ്ഥന്മാർക്ക് ഡയറക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അവർ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അത് ചെയ്യുന്നതിന് നമ്മൾ പിന്തുണ കൊടുത്തുകൊണ്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. നമ്മൾ കലഹം ഉണ്ടാക്കുക എന്നുള്ളതല്ല. പിന്നെ 2018 കാര്യം അന്ന് വലിയ മഹാപ്രളയമാണ് ഉണ്ടായത്. ഇപ്പം നമ്മൾ ഈ സന്ദർഭത്തിൽ അടിയന്തര ഘട്ടത്തിൽ എല്ലാവരും ഒരുമിച്ച് നിന്ന് അത് തരണം ചെയ്യാനുള്ള ശ്രമമാണ് നടത്തേണ്ടത്. ഞാൻ കഴിഞ്ഞ കൊല്ലവും ഇവിടെ വന്നിരുന്നു. എന്ത് പ്രയാസം ഉണ്ടാവുമ്പോഴും ഇവിടെ വരാറുണ്ട്. ഇനിയും വരും. നമുക്ക് മനുഷ്യസാധ്യമായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യാൻ പറ്റുക. അത് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ശക്തമായ മഴയിൽ നടത്തറ തോട് കരകവിഞ്ഞ് ഒഴുകി. ചാലിശ്ശേരി, കടവല്ലൂർ പഞ്ചായത്തുകളിലെ 50 ഏക്കറോളം വിരിപ്പ് കൃഷി വെള്ളത്തിൽ മുങ്ങി. തൃശൂർ, പാലക്കാട് ജില്ലാ അതിർത്തിയിലുള്ള കോതമംഗലം, കാക്കശ്ശേരി, ഒറ്റപ്ലാവ് എന്നീ പാടശേഖരങ്ങളിലെ 50ഓളം ഏക്കർ ഒന്നാം വിള നെൽകൃഷിയാണ് വെള്ളത്തിൽ മുങ്ങിയത്. പൊന്തക്കാടുകളും കൈതച്ചെടികളും നിറഞ്ഞ് നീരൊഴുക്ക് തടസ്സപ്പെടുന്നതും ഭിത്തിയുടെ ബലക്കുറവും തോട്ടുവരമ്പ് പൊട്ടി വെള്ളം പാടത്തേക്ക് ഒഴുകുന്നതിന് കാരണമായി. തോട് നവീകരണം നടത്താൻ സർക്കാർ സംവിധാനങ്ങൾ തയ്യാറായില്ലെങ്കിൽ അടുത്ത സീസണിൽ പണം വീതിച്ചെടുത്ത് തോട് നവീകരണം നടത്താനുള്ള ഒരുക്കത്തിലാണ് കർഷകർ. തൃശൂർ നഗരത്തിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളക്കെട്ടിൽ. മഴ അല്പം ശമിച്ചെങ്കിലും താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം വെള്ളം ഒഴിഞ്ഞു പോകാത്ത സ്ഥിതിയാണ്. ചെമ്പൂക്കാവ്, ചേറൂർ, കുണ്ടുപാറ, പെരിങ്ങാവ് തുടങ്ങിയ പ്രദേശങ്ങളിലാണ് വെള്ളക്കെട്ട് തുടരുന്നത്. ജില്ലയിലെ ചെറുതും വലുതുമായ ഡാമുകളെല്ലാം തുറന്നതും പുഴയ്ക്കൽ പുഴ നിറഞ്ഞു കവിഞ്ഞൊഴുകുന്നതുമാണ് നഗരത്തിലെ വെള്ളക്കെട്ടിനിടയാക്കിയത്. പല പ്രദേശങ്ങളിലും അപ്രതീക്ഷിതമായി വെള്ളം കയറിയതോടെ പെരിങ്ങാവ് മേഖലയിലെ 500ഓളം വീടുകളും വിൽവട്ടം മേഖലയിലെ 100 കണക്കിന് വീടുകളും വെള്ളക്കെട്ടിലായി. പെരിങ്ങാവ് ബിവറേജിന് സമീപം വീടുകളിൽ കുടുങ്ങിയ വയോധികരെ ഫയർഫോഴ്സ് എത്തിയാണ് രക്ഷപ്പെടുത്തിയത്. നഗരത്തിലെ റോഡുകളിൽ വെള്ളം ഉയർന്നത് യാത്രക്കാരെ ബാധിച്ചു. അല്ല, ഞങ്ങളിപ്പോൾ പേരാമംഗലത്തേക്ക് പോകാനായിട്ട് വന്നാണ്. കിഴക്കേ കോട്ടയം വന്നാണ് വരുന്നത്. വെള്ളം കാണുമ്പോൾ അവസ്ഥ കാണുമ്പോൾ നമ്മൾ 2 വീലറിൽ പോകാൻ പറ്റിയ സാഹചര്യം ഇല്ലാന്ന് മനസ്സിലാവണു. അപ്പോൾ നമ്മൾ യാത്ര ക്യാൻസൽ ചെയ്യുക, അല്ലാണ്ട് വേറെ നിവൃത്തിയില്ല. വേറെ വഴിക്കാനും മാറിപ്പോകാൻ പറ്റുമെന്ന് നോക്കട്ടെ. പുഴയ്ക്കൽ പെട്രോൾ പമ്പിലും MLA റോഡിലും വെള്ളം കയറിയതിനാൽ ഇതുവഴിയുള്ള വാഹന ഗതാഗതം തടസ്സപ്പെട്ടു. MG നഗർ, ബൃന്ദപുരി, രാംനഗർ, പീപ്പിൾസ് ലൈൻ തുടങ്ങിയ പ്രദേശങ്ങളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് 150ഓളം കുടുംബങ്ങളെ ദുരിതാശ്വാസ കേന്ദ്രത്തിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. മഴക്കെടുതി വളരെ രൂക്ഷമാണ്. നമ്മുടെ ഡിവിഷനിൽ തന്നെ MG നഗർ, അതുപോലെ തന്നെ രാംനഗർ, വൃന്ദപുരി, പീപ്പിൾസ് ലൈൻ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ അതിരൂക്ഷമായ വെള്ളക്കെട്ടാണ് അനുഭവപ്പെടുന്നത്. കുറച്ച് ആളുകളെ നമ്മൾ അവിടെ നിന്ന് മാറ്റി താമസിപ്പിച്ചിട്ടുണ്ട്. പൂങ്കുന്നം സ്കൂളിൽ തന്നെ ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നിട്ടുണ്ട്. അവിടെ ഏകദേശം 150ഓളം പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇനിയും മഴ നിന്നാൽ അഭൂതപൂർവമായ വെള്ളക്കെട്ടിനാണ് സാധ്യത.
കോർപ്പറേഷൻ പരിധിയിൽ 9 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 1000-ഓളം ആളുകളെയാണ് മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നത്. ദുരിതാശ്വാസ ക്യാമ്പുകളിലെ സാഹചര്യം മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നേരിട്ടെത്തി വിലയിരുത്തി. 2018 പ്രളയ സമാനമായ സാഹചര്യം നിലനിൽക്കുന്ന അവസരത്തിൽ ഇനിയും മഴ തുടർന്നാൽ സ്ഥിതി കൂടുതൽ ഗുരുതരമാകും. ജില്ലയിൽ 2 ദിവസമായി തുടരുന്ന കനത്ത മഴയ്ക്ക് ഇന്ന് അല്പം ശമനമുണ്ടെങ്കിലും താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളം ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. പുഴയ്ക്കൽ റോഡിൽ ഇന്ന് വെള്ളം കയറി ഗതാഗതം സ്തംഭിച്ച അവസ്ഥയിലാണ്. ചെറിയ വാഹനങ്ങളൊന്നും ഇതിലെ കടന്നു പോകുന്നില്ല. അതേസമയം പെരിങ്ങാവിൽ ഇന്നലെ വെള്ളം കയറിയിരുന്നെങ്കിലും അവിടെ നിന്നെല്ലാം വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഇനിയും മഴ തുടർന്നാൽ വെള്ളം ഉയരുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ക്യാമറമാൻ ആഷിഖ് വേലൂരിനൊപ്പം ജിജി ആന്റണി, TCV ന്യൂസ്, തൃശൂർ. മണലിപ്പുഴ കരകവിഞ്ഞൊഴുകിയതിനെ തുടർന്ന് പുതുക്കാട്, നെന്മണിക്കര, അളഗപ്പനഗർ, തൃക്കൂർ എന്നീ പഞ്ചായത്തുകളിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ പ്രളയ സമാനമായ രീതിയിൽ വെള്ളം ഉയർന്നു. ആയിരക്കണക്കിന് പേരെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റി. ആമ്പല്ലൂർ കനാലിന് സമീപത്ത് നിരവധി വീടുകളിൽ വെള്ളം കയറി. ഇവിടെ കുടുങ്ങിക്കിടന്ന നിരവധി വീട്ടുകാരെ ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് രക്ഷപ്പെടുത്തി. ആമ്പല്ലൂർ കമ്മ്യൂണിറ്റി ഹാളിന് മുന്നിലെ റോഡിലും കല്ലൂർ പാടം വഴിയിലും വെള്ളമുയർന്നു. ഇതോടെ വരന്തരപ്പള്ളി, കല്ലൂർ, ആമ്പല്ലൂർ റോഡുകളിൽ ഗതാഗതം സ്തംഭിച്ചു. ബുധനാഴ്ച പുലർച്ചെ 2 മണിക്ക് ശേഷമാണ് പ്രദേശത്ത് വെള്ളമുയർന്നത്. ഇരുട്ടായതിനാൽ രക്ഷാപ്രവർത്തനത്തിനും തടസ്സം നേരിട്ടു. 2018 പ്രളയത്തിന് സമാനമായ രീതിയിലാണ് ആമ്പല്ലൂർ, നെന്മണിക്കര, പുതുക്കാട് പ്രദേശങ്ങളിൽ വെള്ളം കയറിയത്. നിരവധി വ്യാപാര സ്ഥാപനങ്ങളിലും വെള്ളം കയറി. വീടിനുള്ളിലേക്ക് വെള്ളം കയറിയതോടെ ആളുകൾ ടെറസിന് മുകളിൽ അഭയം തേടി. പിന്നീട് ഫയർഫോഴ്സ് ഡിങ്കി ബോട്ട് എത്തിച്ചാണ് ഇവരെ രക്ഷപ്പെടുത്തിയത്. കേളിത്തോട് പ്രദേശത്തുള്ള 25ഓളം കുടുംബങ്ങളെ പുതുക്കാട് സെന്റ് സേവിയേഴ്സ് കോൺവെന്റ് സ്കൂളിൽ ആരംഭിച്ച ക്യാമ്പിലേക്കും ആമ്പല്ലൂർ പ്രദേശത്തെ നിരവധി കുടുംബങ്ങളെ അളഗപ്പനഗർ പഞ്ചായത്ത് സ്കൂളിലെ ക്യാമ്പിലേക്കും മാറ്റി. നെന്മണിക്കര പഞ്ചായത്തിലെ പുലക്കാട്ടുകര പ്രദേശം ഒറ്റപ്പെട്ടു. ഇവിടെ ഒറ്റപ്പെട്ടുപോയ കുടുംബങ്ങളെ മാറ്റാനുള്ള ശ്രമത്തിലാണ് അധികൃതർ. നെന്മണിക്കര പഞ്ചായത്തിൽ 1800ഓളം വീടുകളിൽ വെള്ളം കയറി. തലവണിക്കര, പാലിയേക്കര, പഴയ ദേശീയപാത എന്നിവിടങ്ങളിലും വെള്ളം കയറിയ നിലയിലാണ്. TCV ന്യൂസ്, പുതുക്കാട്. ജില്ലയിലെ 3 വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ 1 സീറ്റിൽ NDAയും 2 സീറ്റിൽ LDFും വിജയിച്ചു. പാവറട്ടി പഞ്ചായത്ത് കാളാനി 1-ാം വാർഡ് ഉപതെരഞ്ഞെടുപ്പിൽ NDA മുന്നണി അട്ടിമറി വിജയം നേടി. 291 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് UDFന്റെ സിറ്റിംഗ് സീറ്റ് BJP പിടിച്ചെടുത്തത്. BJPയിലെ സരിത രാജീവിന് 556 വോട്ടും SDPI സ്ഥാനാർത്ഥിയായ ഷാമില ഹബീബ് 265 വോട്ടും കോൺഗ്രസിലെ ഷജീന സന്തോഷ് 97 വോട്ടും CPM സ്വതന്ത്ര സ്ഥാനാർത്ഥി ബബിത സുരേഷ് 29 വോട്ടും നേടി. ചാവക്കാട് PWD അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ OH റംല വരണാധികാരിയായിരുന്നു. പഞ്ചായത്ത് സെക്രട്ടറി ഷുബുദാസ് കൊമ്മേരി വോട്ടെണ്ണലിന് നേതൃത്വം നൽകി. 1-ാം വാർഡിൽ നിന്നും കഴിഞ്ഞ തവണ UDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി വിജയിച്ച സിന്ധു അനിൽകുമാറിനെ കൂറുമാറ്റ നിരോധന നിയമപ്രകാരം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അയോഗ്യയാക്കിയതിനെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. പഞ്ചായത്ത് ഭരണസമിതിയിലെ 15 മെമ്പർമാരിൽ UDFന് 5ഉം LDFന് 5ഉം BJPക്ക് 2ഉം SDPIക്ക് 2ഉം ഒരു സ്വതന്ത്ര അംഗവുമാണ് ഇപ്പോൾ ഉള്ളത്. സ്വതന്ത്ര അംഗം MM റജീന ഇടതുമുന്നണിയുടെ പിന്തുണയോടെയാണ് ഇപ്പോൾ പ്രസിഡന്റായി ഭരണത്തിന് നേതൃത്വം നൽകുന്നത്. മുള്ളൂർക്കര പഞ്ചായത്തിലെ 11-ാം വാർഡിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥി KB ജയദാസ് 217 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. KB ജയദാസിന് 554 വോട്ടും UDF സ്ഥാനാർത്ഥി NS വർഗീസിന് 337 വോട്ടും BJP സ്ഥാനാർത്ഥി സുരേന്ദ്രന് 59 വോട്ടും ഇടതു വികസന സ്ഥാനാർത്ഥി MN ഭാസ്കരന് 43 വോട്ടും ലഭിച്ചു. LDF സ്ഥാനാർത്ഥി വിജയിച്ചതിനെ തുടർന്ന് പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തി. മാള വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് പഞ്ചായത്തിലെ കൊമ്പത്തുകടവ് ഡിവിഷനിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിൽ LDF സീറ്റ് നിലനിർത്തി. CPI പ്രതിനിധിയായ സുമിത ദിലീപ് 259 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. UDF സ്ഥാനാർത്ഥി നസിയ മർസൂഖിനെയാണ് പരാജയപ്പെടുത്തിയത്. ബീന സുധാകരന്റെ മരണത്തെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. സുമിത ദിലീപിന് 1950 വോട്ടും കോൺഗ്രസിലെ നസിയ മർസൂഖ് 1691 വോട്ടും BJPയിലെ ചിന്നു സജീഷ് 791 വോട്ടും നേടി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബീന സുധാകരൻ 812 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. വെള്ളാങ്കല്ലൂർ പഞ്ചായത്ത് ഭരണം LDF നേതൃത്വത്തിലാണ്. മീൻ വളർത്തലിന്റെ ഭാഗമായി നീരൊഴുക്ക് തടസ്സപ്പെടുന്ന നിലയിൽ അടച്ച മണൽപ്പുഴ കണ്ണോത്ത് പാടശേഖരത്തിന്റെ സ്ലൂയിസുകൾ തുറക്കും.
മണൽപ്പുഴ കണ്ണൂത്ത് പാടശേഖരത്തിലെ വെള്ളം ഒഴുകിപ്പോകാത്തതുമൂലം പാടശേഖരത്തിനോട് ചേർന്ന കരഭൂമിയിലെ വീടുകളിൽ വെള്ളം കയറിയിരുന്നു. ഇതേ തുടർന്നാണ് നാട്ടുകാർ നൽകിയ പരാതിയിൽ ജനപ്രതിനിധികളും റവന്യൂ ഉദ്യോഗസ്ഥ സംഘവും സ്ഥലത്തെത്തി പരിശോധന നടത്തിയത്. തുടർന്ന് നടന്ന യോഗത്തിലാണ് സ്ലൂയിസുകൾ തുറക്കാൻ തീരുമാനമായത്. വെങ്കടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. മുല്ലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീദേവി ജയരാജൻ, വൈസ് പ്രസിഡന്റ് KP ആലി, വാർഡ് മെമ്പർ ചാന്ദിനി വേണു, ചാവക്കാട് തഹസീൽദാർ TP കിഷോർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. എരുമപ്പെട്ടി വേലൂർ പഞ്ചായത്തുകളിലെ പ്രളയബാധിത പ്രദേശങ്ങൾ AC മൊയ്തീൻ MLA സന്ദർശിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്തലാൽ, എരുമപ്പെട്ടി പോലീസ് ഇൻസ്പെക്ടർ CV ലൈജുമോൻ എന്നിവരും MLAയോടൊപ്പം ഉണ്ടായിരുന്നു. കുന്നംകുളം മണ്ഡലത്തിൽ 5 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് പ്രവർത്തിക്കുന്നത്. കൂടുതൽ സഹായങ്ങൾക്കായും തുടർ പ്രവർത്തനങ്ങൾക്കുമായും വിവിധ വകുപ്പ് തല ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്ന് MLA അറിയിച്ചു. കുന്നംകുളത്ത് 5 ക്യാമ്പുകളാണുള്ളത്. വേലൂര് 2 സ്ഥലങ്ങളിലായിട്ടുണ്ട്. ഇവിടെയൊക്കെ ആവശ്യമായ ക്രമീകരണങ്ങൾ, സൗകര്യം, വൈദ്യപരിശോധന, ഭക്ഷണം തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെയുള്ള ക്രമീകരണം ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ വെള്ളം ഇറങ്ങാൻ ഇപ്പോൾ വാഴാനിയിൽ നിന്ന് വെള്ളം തുറന്നു വിട്ടതിൻ്റെ ഭാഗമായിട്ടുള്ള വെള്ളം തുറന്നു വിടാതിരിക്കാൻ അവർക്കാവില്ല. കാരണം അത്ര ശക്തമായ മഴയുണ്ടായി. മുൻകരുതൽ എന്നുള്ള നിലയ്ക്ക് നേരത്തെ തന്നെ ചെറിയ തോതിൽ വെള്ളം തുറന്നു വിട്ടിരുന്നു. പക്ഷേ നമ്മളാരും പ്രതീക്ഷിക്കാത്ത കടുത്ത മഴയാണ് ഉണ്ടായത് എന്നുള്ളതുകൊണ്ട് അപ്പോൾ പുഴയുടെ ജലനിരപ്പൊന്നും മഴ പോയാൽ താഴ്ന്നാൽ സ്വാഭാവികമായിട്ടും വെള്ളക്കെട്ട് മൂലമുള്ള പ്രശ്നങ്ങൾ തീർക്കാൻ നമുക്കാകും. അപ്പോൾ ഭാവിയിൽ ഈ വെള്ളപ്പൊക്കം ഉണ്ടായ സ്ഥലത്ത് ഇനി ഉണ്ടാവാൻ ഇടയുള്ളത് പകർച്ചവ്യാധികളുടെ കാര്യമാണ്. അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കണം എന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. പുത്തൂർ കൈനൂരിൽ വെള്ളക്കെട്ടിൽ അകപ്പെട്ട് കാണാതായ യുവാവിനായി 2ാം ദിവസവും തിരച്ചിൽ നടത്തി. കൈനൂർ സ്വദേശി കാരാട്ടുപറമ്പിൽ തിലകന്റെ മകൻ അഖിലിനെയാണ് കഴിഞ്ഞ ദിവസം ഒഴുക്കിൽപ്പെട്ട് കാണാതായത്. ഇരിഞ്ഞാലക്കുടയിൽ നിന്നുമെത്തിയ ഫയർഫോഴ്സ് സംഘം പുത്തൂർ പുഴയിലും പുലക്കാട്ടുകര ഷട്ടറിനു സമീപവും തിരച്ചിൽ നടത്തിയെങ്കിലും യുവാവിനെ കണ്ടെത്താനായില്ല. മഴയ്ക്ക് നേരിയ ശമനമായതോടെ ചാവക്കാട് ഏനാമാവ് റോഡിലെ വെള്ളക്കെട്ട് ഒഴിവായി. കനോലി കനാൽ കരകവിഞ്ഞതിനെ തുടർന്ന് ചാവക്കാട് വഞ്ചിക്കടവിൽ നിന്ന് 5 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. ചാവക്കാട് നഗരസഭയുടെ നേതൃത്വത്തിൽ മണത്തല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ദുരിതാശ്വാസ ക്യാമ്പ് തുടങ്ങി. പഴഞ്ഞി ജെറുസലേമിൽ നിയന്ത്രണം വിട്ട കാർ വീട്ടുമതിലിൽ ഇടിച്ച് അപകടത്തിൽ ആർക്കും പരിക്കില്ല. കാട്ടകമ്പാൽ ഭാഗത്തു നിന്നും കുന്നംകുളം ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. ഇതേ തുടർന്ന് മേഖലയിൽ ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു. കുന്നംകുളം പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ഡ്രൈവിംഗ് സ്കൂളിൽ പരിശീലനത്തിനായി ഉപയോഗിച്ചിരുന്ന MIT സ്കൂട്ടറുകൾ ഇനി ഓർമ്മയാകുന്നു. പരിഷ്കാരത്തിന്റെ ഭാഗമായി MIT സ്കൂട്ടർ നാളെ മുതൽ ഉപയോഗിക്കുന്നത് മോട്ടോർ വാഹന വകുപ്പ് കർശനമായി നിരോധിച്ചതിനെ തുടർന്നാണ് ഒഴിവാക്കുന്നത്. നിലവിൽ ഹാൻഡിലിൽ ഗിയറുള്ള സ്കൂട്ടറുകളെ ടെസ്റ്റ് ഗ്രൗണ്ടുകളിൽ നിന്ന് ഒഴിവാക്കി കാലുകൊണ്ട് ഗിയർ മാറ്റാവുന്ന വാഹനങ്ങളാണ് പുതിയ പരിഷ്കാരത്തിന്റെ ഭാഗമായി അനുവദിക്കുക. എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രതിഷേധമാണ്. കാരണം തുക്കളക് പരിഷ്കാരമാണ് ഈ കേരളത്തില് ഇന്നിവിടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. 15 വർഷം കഴിഞ്ഞിട്ടുള്ള വാഹനങ്ങളിൽ ട്രെയിനിങ് പാടില്ല, അതുപോലെ തന്നെ ഡ്രൈവിംഗ് ടെസ്റ്റ് പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ള തുക്കളക് പരിഷ്കാരത്തിനെതിരെ കേരളത്തിലെ ഡ്രൈവിംഗ് സ്കൂളിലെ ഓണേഴ്സുകൾ കാലന്റെ വേഷം ഇട്ടുകൊണ്ട് കാലനെ ട്രാക്കിലിറക്കിക്കൊണ്ട് കാലനെ ട്രാക്കിലിറക്കിക്കൊണ്ടുള്ള പ്രതിഷേധമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രതീകാത്മകമായി ആനയെ നടയിരുത്തി. ഗുരുവായൂർ തുളസിയില ഡിവൈൻ ഫ്ളാറ്റിൽ താമസിക്കുന്ന രമ P മേനോൻ ആണ് ആനയെ നടയിരുത്തിയത്. ഇതിനായി 10 ലക്ഷം രൂപ ദേവസ്വത്തിൽ അടച്ചു. ദേവസ്വം കൊമ്പൻ വിനായകനെയാണ് ചടങ്ങിന് നിയോഗിച്ചത്. രാവിലെ ശിവേലിക്ക് ശേഷം കൊടിമരച്ചുവട്ടിലായിരുന്നു ചടങ്ങ്. മേൽശാന്തി PS മധുസൂദനൻ നമ്പൂതിരി മുഖ്യ കാർമ്മികനായി. ക്ഷേത്രം ഊരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, ദേവസ്വം ഭരണസമിതി അംഗങ്ങളായ KP വിശ്വനാഥൻ, VG രവീന്ദ്രൻ, അഡ്മിനിസ്ട്രേറ്റർ KP വിനയൻ, ജീവധനം ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ KS മായാദേവി, ക്ഷേത്രം DA പ്രമോദ് കളരിക്കൽ, അസിസ്റ്റന്റ് മാനേജർ E സുന്ദരരാജ്, പാരമ്പര്യ അവകാശികളായ മാതേമ്പാട്ട് ചന്ദ്രശേഖരൻ നമ്പ്യാർ, കണ്ടിയൂർ പട്ടത്ത് വാസുദേവൻ നമ്പീശൻ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്സ് കേരള തൃപ്രയാർ യൂണിറ്റ് കമ്മിറ്റിയുടെ വാർഷിക പൊതുയോഗം നടന്നു. നാട്ടിക സർവീസ് സഹകരണ സംഘം ഹാളിൽ നടന്ന യോഗം ജില്ലാ പ്രസിഡന്റ് MK രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് PH സൈനുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി വർഗീസ് ഇരുമ്പൻ, വെഹിക്കിൾ ഇൻസ്പെക്ടർ ജോസഫ്, ജില്ലാ ട്രഷറർ OS മണിരഥൻ തുടങ്ങിയവർ സംസാരിച്ചു. വാഴക്കോട് പ്ലാഴി സംസ്ഥാന പാതയിൽ കാർ നിയന്ത്രണം വിട്ട് റോഡരികിലെ തടിക്കഷ്ണങ്ങളിലേക്ക് ഇടിച്ചു കയറി. അപകടത്തിൽ ആർക്കും പരിക്കില്ല.
ചേലക്കരയിൽ നിന്ന് വാഴക്കോട് ഭാഗത്തേക്ക് പോയിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. ചാവക്കാട് മണത്തല മേഖല കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പുന്ന നൌഷാദ് അനുസ്മരണം നടന്നു. ഗുരുവായൂർ ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് തേർലി അശോകൻ അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു. INTUC ചാവക്കാട് മണ്ഡലം പ്രസിഡന്റ് PT ഷൌക്കത്ത് അലി അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സറൂഖ്, TH റഹീം, അഷ്റഫ് മടേക്കടവ്, ഇസഹാഖ് മണത്തല തുടങ്ങിയവർ സംസാരിച്ചു. വയനാട് ദുരന്തബാധിതരെ സഹായിക്കാൻ പായമ്മൽ ക്ഷേത്ര ട്രസ്റ്റ് ക്ഷേത്രത്തിലെ ഒരു ദിവസത്തെ വരുമാനം നൽകും. നാലമ്പല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ലഭിച്ച 3,04,480 രൂപയാണ് പായമ്മൽ ലക്ഷ്മണസ്വാമി ക്ഷേത്രം ട്രസ്റ്റ് വയനാട് ദുരന്തബാധിതരെ സഹായിക്കുന്നതിനായി നൽകുക. ജില്ലാ ഭരണകൂടവുമായി ബന്ധപ്പെട്ട് ഇതിനായുള്ള നടപടികൾ ഉടൻ സ്വീകരിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. നെല്ലുവായി ശ്രീ ധന്വന്തിരി ക്ഷേത്രത്തിൽ ഔഷധ സേവയും ആനയൂട്ടും നടന്നു. അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, മഹാധന്വന്തിരി ഹോമം എന്നിവ നടന്നു. കുട്ടഞ്ചേരി മൂസദ് ഇല്ലത്തുനിന്ന് പ്രത്യേകം കൊണ്ടുവന്ന മുക്കുടി ക്ഷേത്രം തന്ത്രി കീഴ്മുണ്ടയൂർ നീലകണ്ഠൻ നമ്പൂതിരി കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർ പ്രേംരാജ് ചുണ്ടലാത്തിന് നൽകി ഔഷധ സേവയ്ക്ക് തുടക്കം കുറിച്ചു. നൂറുകണക്കിന് ഭക്തർ ഔഷധ സേവയിൽ പങ്കെടുത്തു. തുടർന്ന് ആനയൂട്ട് നടന്നു. ഔഷധ കൂട്ടുചേർത്ത ചോറുരുള ആനകൾക്ക് നൽകി. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MK സുദർശൻ ഉദ്ഘാടനം നിർവഹിച്ചു. ദേവസ്വം ഓഫീസർ PB ബിജു, ദേവസ്വം ബോർഡ് സെക്രട്ടറി E ബിന്ദു, മെമ്പർ പ്രേംരാജ് ചുണ്ടലാത്ത്, ഡെപ്യൂട്ടി കമ്മീഷണർ സുനിൽ കർത്ത, അസിസ്റ്റന്റ് കമ്മീഷണർ KK കല എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. 10 ആനകൾ ഊട്ടിൽ പങ്കെടുത്തു. ഗുരുവായൂർ സുവിധം ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ നടന്ന സുവിധ സംഗമം മുൻ MLA PT കുഞ്ഞുമുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ ദേവസ്വം റിട്ടയർഡ് ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ KP കരുണാകരൻ അധ്യക്ഷനായി. സുവിധം സെക്രട്ടറി വരുണൻ കൊപ്പര, ബാലൻ വാർനാട്ട്, മേഴ്സി ജോയ്, RV അബ്ദുൽ മജീദ് എന്നിവർ സംസാരിച്ചു. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 6,385 രൂപ, പവന് 51,080 രൂപ, വെള്ളി ഗ്രാമിന് 90 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3,188 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. നാടിനെ നടുക്കിയ വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 199ആയി. രക്ഷാപ്രവർത്തനത്തിന് തൃശൂരിൽ നിന്നും 40 അംഗ സിവിൽ ഡിഫൻസ് സേനാംഗങ്ങൾ വയനാട്ടിലെത്തി. മഴപ്പെയ്ത്തിൽ ദുരിതം തീരാതെ ജില്ല. കൂടുതൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിൽ ചൂണ്ടലിൽ ഗതാഗത നിയന്ത്രണം തുടരുന്നു. ചിമ്മിനി ഡാമിന്റെ സ്ലൂയിസ് വാൽവ് തുറന്ന് വൈദ്യുതി ഉൽപാദനം ആരംഭിച്ചു. തൃശൂർ നഗരപ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് തുടരുന്നു. പെരിങ്ങാവിൽ വീടുകളിൽ കുടുങ്ങിയ വയോധികരെ ഫയർഫോഴ്സ് രക്ഷപ്പെടുത്തി. മന്ത്രി R ബിന്ദു ദുരിതാശ്വാസ ക്യാമ്പുകൾ സന്ദർശിച്ചു. മണലിപ്പുഴ കരകവിഞ്ഞൊഴുകിയതിനെ തുടർന്ന് നെന്മണിക്കര, പുതുക്കാട്, ആമ്പല്ലൂർ എന്നിവിടങ്ങളിൽ പ്രളയസമാനമായ രീതിയിൽ വെള്ളമുയർന്നു. നെന്മണിക്കര പഞ്ചായത്തിൽ 1,800ഓളം വീടുകളിൽ വെള്ളം കയറി. ജില്ലയിൽ 3 വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ LDFന് മുന്നേറ്റം. പാവറട്ടി പഞ്ചായത്തിലെ സീറ്റ് UDFിൽ നിന്ന് പിടിച്ചെടുത്ത് NDA. മുള്ളൂർക്കരയിലും വെള്ളാങ്കല്ലൂരിലും LDF സീറ്റ് നിലനിർത്തി. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.